ഹലോ ബാബുട്ടാ, എന്നാ മഴയാടാ. ഞാനിപ്പോ എത്തും. ഓ ശരി ശരി. ചേട്ടാ ചേട്ടോ, ഇവിടെ വരാൻ പെട്ട പാട്. ഇതെന്താ? ബ്രാൻഡി, വിസ്കി, കള്ള്. ഇതെന്താ? പാലോ? പാല്. എന്റെ ഗിരിയേട്ടാ, ആദ്യം കാരണന്മാർക്ക് വെക്കട്ടെ. മൂപ്പലാൻ ഗാന്ധിയനായിരുന്നല്ല, അതുകൊണ്ട് പാല് അല്ലേ ബൗസേ? വേണ്ട. ഇതെന്താ വലിക്കാത്തത്? എന്റെ പാവക്കുട്ട, എന്തൊക്കെ സാധനം അടിച്ചാലും ഈ കോട്ട അടിക്കണ ഒരു സുഖം ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാണ്. അത് കറക്റ്റാ. ഗിരിയേ, വീട്ടിലൊരു ഇരിപ്പുണ്ടാ കോട്ട? എന്റെ കുസേനെ ഇടിവിട്ടും മഴയാണ്. എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? ഉള്ളത് കൊണ്ട് അടങ്ങ്. എന്നാ അടങ്ങി. അല്ല, നമ്മുടെ ജോൺ മാഷ് എവിടെ? മാഷിനെ പെണ്ണുമ്പിള്ള എന്താ പേര്? മേഴ്സി. ലോക്കാക്കിയേക്കുവാണ്. പുള്ളി ഇപ്പൊ വീട്ടു തടങ്ങല. അക്കാര്യത്തില് നമ്മുടെ അച്ചായൻ ഭാഗ്യവാനാ. അതെന്താ? പുള്ളി കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അതേതായാലും നന്നായി ചായ. എടാ അതുകൊണ്ടല്ലേ നമുക്ക് ഇവിടെ കൂടാൻ പറ്റുന്നത്. എന്തായാലും cheers. Cheers. ടീച്ചറെ, ഞാൻ ടീച്ചർ പറഞ്ഞ വെയിറ്റിംഗ് ഷെഡിലാ. വീട് ഏതാന്ന് മനസ്സിലാവുന്നില്ല. ഞാനേ ഒരു ടോർച്ചായിട്ട് അങ്ങോട്ട് വരാൻ സാറേ. ഓക്കെ. സാറേ, സാജൻ സാറേ, ദേ ഇവിടെ ഇവിടെ. പെട്ടെന്നൊരു മഴയില്ലേ സാറേ? അതൊക്കെ വരൂ. ഈ ഹെൽമെറ്റ് അവിടെ വെച്ചോട്ടെ. ഫ്ലാഷ് ലൈറ്റ് ആണോ? കൊള്ളാലോ ടീച്ചറെ, നല്ല പഴയ വീട്. ബാക്കിയുള്ളവർക്കൂടെ? മോൾക്ക് നാടക അക്കാഡമിയുടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് ട്രിവാൻഡ്രത്ത്. രാത്രി എത്തും. ആകെ മൊത്തം നനഞ്ഞു. ബാഗിലൊരു ജോഡി ഡ്രസ്സ് ഇരിപ്പുണ്ട്. ഞാൻ ഡ്രസ്സ് മാറട്ടെ? സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാ സാറേ. കുഴപ്പമൊന്നുമില്ല. അവിടെ. ഓ,
ഫോണിൽ ചാർജ് തീരെ കുറവായിരുന്നു, ഞാൻ കുത്തിയിട്ടുണ്ടേ. ആ ഇതാണ്. ഈ മഴയത്ത് വണ്ടി ഓടിച്ചോണ്ടാവാം ഒരു വിറയല്. ഞാനെന്നാ സാറിനൊരു ചായ എടുക്കട്ടെ? വേണ്ട, ടീച്ചർ വല്ലാതെ നെർവസാണല്ലോ. സിസ്റ്റം ഇങ്ങനെ ബ്ലോക്കായെന്ന് വെച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട വലിയ കാര്യമുണ്ടോ? ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഡോക്യുമെൻ്ററി ചെയ്യുന്നുണ്ട്. അതിൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ. ടീച്ചർ ഇരിക്കും, ഇരിക്കും. മട്ട് കണ്ടിട്ട് ടീച്ചർ രാവിലെ മുതലൊന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നു. എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ജയശ്രീ ടീച്ചർ ഇല്ല കേട്ടോ. ക്ലാസ്സിലൊന്ന് പാട്ടുപാടി എല്ലാവരും മനസ്സ് നിറച്ചൊരു ടീച്ചറില്ലേ? അവർ പെനാൽറ്റി തുക ഇന്റർനാഷണൽ ക്രെഡിറ്റ് കാർഡ് വഴി അടയ്ക്കാൻ പറഞ്ഞത്. എന്നിട്ട് അടയ്ക്കാൻ ശ്രമിച്ചോ? ആ, പക്ഷെ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല. ടീച്ചറെ, ചില ആൾക്കാരെ കണ്ടാലേ ആദ്യത്തെ കാഴ്ച തന്നെ നമ്മൾ വല്ലാണ്ട് മോട്ടിവേറ്റഡ് ആവും. ടീച്ചറിനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ ടീച്ചറിൻ്റെ ഇപ്പോഴത്തെ മൂഡ് കണ്ട ഭക്ഷണം കഴിച്ചില്ലെന്ന് മാത്രമല്ല, കുളിച്ചതേ ഇല്ലെന്ന് തോന്നുന്നു. മഴയും കൂടി നനഞ്ഞപ്പോൾ ജോറായി. കഴുത്തും മുഖമൊക്കെ നനഞ്ഞിരിക്കുന്നു. പ്ലീസ്, എനിക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഒന്ന് വേഗം ശരിയാക്ക് പ്ലീസ്. ടീച്ചറെ നോക്കിയേ, ഇതിനൊരു അനക്കമില്ല. കുറച്ച് പണിയുണ്ട്. അല്ല, അതുവരെ ടീച്ചർ ഈ കൊല്ലത്തോടെ ഇങ്ങനെ ഇരിക്കാനാ? ടീച്ചർ ചെല്ലു, പോയി ഡ്രസ് ചെയ്ത് തരും. അത് കുഴപ്പമില്ല സാറ്, ഒന്ന് വേഗം ശരിയാക്കി തന്നാൽ മതി. ടീച്ചറെ, സിസ്റ്റത്തിൻ്റെ കാര്യം ഓർത്ത് ടീച്ചർ ടെൻഷൻ അടിക്കണ്ട. അത് ശരിയാക്കാനാണല്ലോ ഞാൻ വന്നിട്ടുള്ളത്. ചിലപ്പോൾ ഒന്ന് റീബൂട്ട് ചെയ്യേണ്ടി വരും. മിനിമം ഒരു 2 മണിക്കൂർ. ആ സമയം വരെ ടീച്ചർ ഇവിടെ നനഞ്ഞ പുഴ പോലെ ഇരിക്കാനാ? ടീച്ചറെ ചെന്നേ പോയി ഫ്രഷ് ആയിട്ട് ചെല്ലു ടീച്ചറെ, അപ്പോഴത്തേക്കും ഞാനവിടെ ശരിയാക്കാം.